ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അടുത്ത ഒരു അമ്പലം. അത് ശിവ ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നാണ് കേട്ടോ പേര്. അപ്പം നമ്മൾ ഇതേണ്ട ഏകദേശം അവിടെ എത്താറായി. അവിടെ നമുക്ക് എനിക്ക് കണ്ടപ്പം തോന്നിയത് ഏകദേശം ഒരു അമ്പലത്തിൻ്റെ ആ ഒരു രീതിയിലാട്ടോ അവിടെ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇതൊരു ആലുണ്ട്. അപ്പോൾ ആ ആലിൻ്റെ അടുത്ത് ഒരു അപ്പൂപ്പൻ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് നമ്മുടെ നെറ്റിയിൽ കുറച്ച് ഭസ്മമൊക്കെ തൊട്ട് തന്നു. എന്താ പറയുന്നത്, എന്തോ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴും. പിന്നെ നമ്മളിതേ കല്ലേലിയിലെത്തി. ഇവിടെയാണ് നമ്മൾ വരാനിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഇവിടെ വരുന്ന എല്ലാവരും തൊട്ട് മുന്നേ തന്നെ കാല് കഴുകണം. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ചെരുപ്പൂരിയിട്ട് കാല് കഴുകിയതിന് ശേഷം എൻ്റെ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പം എനിക്കറിയത്തില്ല ഇവിടെ എന്തോരം ജനങ്ങളാണെന്ന്. നമുക്കങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത്. ഇതിപ്പോൾ പുറത്തുള്ളതാട്ടോ. ഇവിടെ ഓരോ ശില്പങ്ങളും കല്ല് കൊത്തിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നോക്കി നിന്ന് പോവും. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. എന്തെന്ന് വെച്ചാൽ ഒരു വനത്തിനകത്താട്ടോ ഈ അമ്പലം. അപ്പം നമുക്കൊരു പ്രത്യേക ഒരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അത് മാത്രമല്ല ഈ കല്ലേലി അമ്പലത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്കും ഈ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഞാനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടാട്ടോ ഈ അമ്പലങ്ങളിൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ കുറേ നേരം അമ്പലത്തിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വനമേഖലയിലുള്ള അമ്പലം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനൊക്കെ നല്ല റിലാക്സേഷൻ ആട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ നല്ല നമ്മൾ എവിടെ പോയാലും ഈ വനത്തിൻ്റെ അടുത്തേക്കുള്ള അമ്പലത്തിലൊരു പ്രത്യേക രസമാട്ടോ നമുക്ക് ഇവിടെ നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് ഫ്രണ്ടിൽ വന്ന് ചെരുപ്പൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഈ വരുന്ന വഴിയിൽ കുറേ കൈതച്ചക്കത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല വെയിലായിരുന്നു. മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാതെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കുറേ നാളുകൊണ്ട് വിചാരിച്ചു കേട്ടോ കല്ലേലി പോകണമെന്നുള്ളത്. അപ്പം ഇതുവരെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാട്ടോ അതിന് സാധിച്ചത്. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.